നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ലരരരരിരി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ, കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ, ആലിമാറുത്തുകൂടി ലാരരത്തരത്താര ആരിരത്താരിരാര കുളിക്കാൻ പോയി. പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ, കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ. വിളിച്ചില്ലല്ലോ. ആര് വിളിച്ചില്ലെന്ന് നീ പറഞ്ഞേ? വിളിക്കുമായിരിക്കും. കോളും കാത്തിരിക്കുകയല്ലേ. മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ മലരായി ഇതത് തന്നെ പ്രേമം. വയസ്സാം കാലത്ത് കളവൻ പുഷ്പിക്കാൻ നടക്കും. ഇത് അമ്മയോട് പറഞ്ഞിട്ട് ഇരുളിൻ്റെ ഇരുളിൽ വിളക്കായി തെളിയും മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ. ഇതെന്നാ ഒരു ചുറ്റിക്കളി? അച്ഛൻ ഇന്നലെ എവിടെ പോയെന്നാ പറഞ്ഞേ? അച്ഛൻ ഇന്നലെ അവരുടെ സ്കൂളിലെ പഴയ പഠിച്ച സ്കൂളില്ലേ, അവിടെ എന്തോ പിള്ളേരുമായിട്ടുള്ള പാട്ടോ ഡാൻസോ എന്തോ യൂണിയൻ കളി അങ്ങനെ എന്തോ പറഞ്ഞ അവിടുന്ന് പോയി. റീയൂണിയൻ ആണോ ഉദ്ദേശിച്ചത്? അത് തന്നെ അത് തന്നെ. അപ്പൊ അത് തന്നെ അച്ഛനൊരു കൊളുത്ത് വീണിട്ടുണ്ട്. കൊളുത്തോ? എന്ത് കൊളുത്ത്? നിങ്ങൾ ഒന്നിച്ചല്ലേ പഠിച്ചത്? ഞങ്ങൾ ഒന്നിച്ചാ പഠിച്ചത്. പക്ഷേ അച്ഛൻ 4 പഠിക്കുമ്പോ എന്നെ 1ാം ക്ലാസ് ചേർക്കുന്നേ ഉള്ളൂ. ഓ, അന്ന് അച്ഛന് ലൈൻ വല്ലതും ഉണ്ടായിരുന്നോ? കാണും, ലൈൻ കാണും. നാടകടനല്ലേ, സ്വാഭാവികം. അപ്പൊ നാടകത്തിൽ മാത്രമല്ല, പുള്ളിക്ക് ജീവിതത്തിൽ ലൈൻ ഉണ്ട്. ആ ലൈൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ആ ചാനലിൽ കൂടി ഇപ്പൊ ബ്രോഡ്കാസ്റ്റ് ആരംഭിക്കാൻ പോവാ. ഇതെന്നത് ഈ ചെറുക്കന് പോടാ കളന്ന് പൂടെ ഇറക്കുന്നു. ഇന്നലെ ഒരു റീയൂണിയന് പോയായിരുന്നോ? പോയിരുന്നു. അപ്പൊ അവർ പരസ്പരം കണ്ടു, പഴയ കഥകളായി ഇറക്കി. ആ ഹാങ് ഓവറിൽ ആ വരാന്തല്ലിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ആര്? നമ്മുടെ അച്ഛൻ. പാട്ടോ? അച്ഛനോ? ഇന്ന് വരെ അങ്ങനെ എന്നെ ഒരു പാട്ട് പാടി കേൾപ്പിച്ചിട്ടില്ല. ചോദിക്കണ്ടേ? ചോദിക്കണം. നടക്ക്, നീ വാ ചോദിക്കാം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റവും പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. ഇത് ഭക്തിഗാനമല്ലേടാ? അത് ഈ ആംഗിളിൽ നോക്കുന്നുണ്ടാ. അച്ഛൻ ഇപ്പം ഒരു കാമുകന്റെ സ്ഥാനത്ത് നിന്ന് ഒരു കാമുകിയുടെ സ്ഥാനത്തേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നോക്കിയേ, ഒരേ സമയം തന്നെ കാമുകനും കാമുകയും അച്ഛൻ തന്നെ. ഇതിന് ഡൈപോളാർ സിൻഡ്രോം എന്ന് പറയും. ചികിത്സയില്ല. പൂങ്കുലയിൽ നിർത്താം ഞാൻ അരികിൽ. ഈ പൂങ്കുല ഒന്നാമതെ അമ്മയ്ക്ക് മീറ്റർ കൂടുതലാവും. താങ്ങ് അല്ല താഴെ. ഇപ്പൊ പോയി ചോദിച്ചാൽ അത് ഇരട്ടി പ്രശ്നമാവും. നമുക്കിത് സാവധാനത്തിൽ കണ്ടുപിടിക്കാം. വയസ്സാങ്കാലത്ത് പ്രേമിക്കുക. ഞാൻ നാക്കട്ടാ. എന്തൊരു കഷ്ടോടാ. ഞാൻ അപ്പുറത്തെ വാതിലവിടെ പോയി നിൽക്ക്. ഞാൻ അടുക്കള വഴി നോക്കണം. എന്തത്? ഇതൊക്കെ പറ. എന്താണ് കാര്യം? എന്താ? അപ്പൻ രാവിലെ തൊട്ട് കവർ സോങ് പാടിക്കൊണ്ടിരിക്കുക. അതപ്പനായിരുന്നു. ഞാൻ ഒന്ന് കൂടി ഇടട്ടെ. നീ ഒരു മൂത്ത മോനാണോ? എടാ അപ്പനെ ഇതിന്ന് പിന്തിരിപ്പിക്കുന്നതിന് പകരം നീ പോയി സപ്പോർട്ട് ചെയ്യാ. എന്ത് കാര്യത്തിന്? എടാ അപ്പൻ ഹണി ട്രാപ്പിൽ പെട്ട് കിടക്കുവാടാ മണ്ട. ഹണി ട്രാപ്പോ? അതെന്താടാ? അമ്മേ തേങ്കുരുക്ക്. തേങ്കുരുക്ക? അപ്പം വീണു. മനസ്സിലായില്ലേ? നീ എന്തുട്ടൊക്കെ പറയണത്? എടാ അപ്പൻ ഇന്നലെ സ്കൂളിലെ റീയൂണിയന് പോയില്ലേ? അത് കഴിഞ്ഞ് വന്നപ്പോ തൊട്ട് പുള്ളി ഒടുക്കത്തെ ലവിന്റെ കവർ സോങ് സമ്മത്ത്. അതിനോ? എടാ ഇപ്പൊ പാട്ട് മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഈ നടുമുറ്റത്ത് ആട്ടം കൂടെ കാണും. നീ ഇതൊക്കെ അടിച്ചു വിടണാണോ? എനിക്ക് എത്ര പെർസെന്റേജ് ഉറപ്പുണ്ട്? എന്റെ പൊന്നട 99.9% ഉറപ്പ് എനിക്കുണ്ട്. ഉറപ്പാണേ? ഉറപ്പാ.
കള്ളക്കാമുക. എന്റെ എല്ലാം 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 അല്ലേ. കേട്ടാ കേട്ടാ, എത്ര എല്ലാം 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 അല്ലെന്നല്ലേ ഇപ്പൊ പറഞ്ഞേ? 3 എണ്ണല്ലേ? എടാ ഇനി എന്നാ ചെയ്യും മക്കളെ? എന്തെങ്കിലും ചെയ്യാം. ഇട എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ഇല്ല കൈ വിട്ടു പോകുന്ന പ്രായമാ. ഞാൻ ഒരു കാര്യം ചെയ്യാം. ആ ഞാൻ എൻ്റെ പരുവത്തിലൊന്ന് പോയി സംസാരിച്ചോട്ടെ. ആ പോയിട്ട് വാ. വിഷമിക്കാണ്ടിരിക്കേ. നീ പോയി സംസാരിക്കുക, ഞാൻ പോയി വക്കീലിനെ വിളിച്ചിട്ട് വരാം. എന്നാ ഇടാ? ഒന്നും ചെയ്യാനില്ല, വേറെ നോക്ക് തന്നെ. കാലിലെ കാണാ പാദസര ഞാനല്ലേ ഞാനല്ലേ. എന്താണ് അച്ഛാ, ഭയങ്കര സന്തോഷത്തിലാണല്ലോ പാട്ടൊക്കെ പാടിയിരിക്കണേ. ആ ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന ആൾക്കാരെ കൂടിയേ ഒന്ന് കൂടി ഇന്നലെ. പോടാ, പാട്ടും ഡാൻസും എന്ത് രസമായിരുന്നു അറിയൂ. ആണല്ലേ? ആ പണ്ട് പഠിച്ചിരുന്ന എല്ലാരും വന്നിട്ടുണ്ടായ? എല്ലാരും വന്നത്. പെമ്പിള്ളേരൊക്കെയാ? അവരല്ലേ ആദ്യം വന്നത്. ഫാമിലി ആയിട്ടാ? ഒറ്റയ്ക്ക്. ആരൊക്കെ വന്നിട്ടുണ്ടായി? എല്ലാരും ഉണ്ടായിരുന്നു. ശ്രീലക്ഷ്മി, ഫിലോമിന, രാജി, അങ്ങനെ എല്ലാരും ഉണ്ടായിരുന്നു. അതിലെ രാജിയുടെ ഒരു പാട്ടുണ്ടായിരുന്നു. പണ്ടത്തെ പോലെ തന്നെ അല്ലേ? പിന്നെ അല്ലാതെ. അച്ഛൻ രാജി പാടിയ പാട്ടാണ് ഇപ്പൊ പാടിക്കൊണ്ടിരിക്കണേ. അതൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ആ മൂടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നതാ. നീ പോയ പോയ പോയ. കഥയറിയാതിന്നു സൂര്യൻ സ്വർണ്ണത്താമരയെ കൈവെടിഞ്ഞു. അറിയാതെ ഞാൻ അറിയാതെ അറിയാതെ. കുറ്റം പറയാൻ പറ്റില്ല, പ്രായം അതാണേ. കിട്ടി പേരിട്ട്. എന്താ എന്താ എന്താ? വാണി. വാണി അല്ല വാണിയല്ല, രാജി. രാജി എന്ത് സൂപ്പർ പേരാ നോക്കി. അമ്മയുടെ പേരെന്താ പറഞ്ഞേ? അമ്മണി. അമ്മണി അമ്മ. അയ്യ അമ്മണി അമ്മ ഇന്ന് വിളിച്ചാൽ നാളെ വിളി കേൾക്കൂ. എന്തായാലും ഈ രാജിയും അച്ഛനുമായിട്ട് ഭയങ്കര കണക്ഷനാണെന്നുള്ള അച്ഛൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഭയങ്കര പാട്ടുകാരിയാടാ. ആ ഇന്നലെ ആ പെണ്ണുമ്പോൾ അവിടെ ഒരു പാട്ട് പാടി. അച്ഛന് ഇപ്പോഴും അതിൻ്റെ ഹാങ് ഓവർ വിട്ട് മാറിയിട്ടില്ല. അച്ഛനെ തകർത്ത് കളഞ്ഞെന്ന് പറഞ്ഞു. ആ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അതാലോചിക്ക്. ഒരു വഴിയുണ്ട്. എന്ത്? അമ്മ നല്ല സൂപ്പർ ഒരു പാട്ട് പാടിയിട്ട് അച്ഛൻ്റെ മനസ്സിലോട്ട് കയറി പറ്റാനുള്ള വഴി നോക്കാം. അതല്ലാണ്ട് വേറൊരു വഴി ഞാൻ കാണുന്നില്ല ഇപ്പോൾ തൽക്കാലം. അത് നല്ലൊരു ഐഡിയ. പാട്ട് പാടി അച്ഛനെ ലയിപ്പിച്ച് കിടത്തണം. വേണം. പാടണം. അമ്മ വിചാരിച്ചാൽ നടക്കും. ഒരു പാട്ട് പാടിയോ കേക്കട്ടെ? കേക്കട്ടെ. പാട്. പാട്ടടാ. പാട്. പാടല്ലേ? പാടാം. ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണ്ണരഥഘോഷം. ചെമ്പരത്തി പൂവേ ചൊല്ലൂ. ഇത് കേട്ടാ ദേവം വന്ന് ആട്ടും. വേണ്ട, പാട്ട് വേണ്ട. എന്തൊട്ട് പാട്ടമ്മ ഇത്? ഇത് പാടണ്ട. അതുകൊണ്ട് വേണ്ട, ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോ അച്ഛൻ. പിന്നെ എന്താ ചെയ്യുന്നേ? പ്രാർത്ഥിക്കുക. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം. അല്ലെങ്കിൽ ഈ വീട്ടിലൊരു സാധനം വെച്ചെടുത്ത് കാണും. നിങ്ങളിപ്പോ എന്നാ തപ്പുന്നേ? ആ പൗഡർ എന്നോട് പോയി. ഈ പൗഡറൊക്കെ ഇടുന്നപ്പോ നിങ്ങൾ എങ്ങോട്ടോ പോകും ഇത്ര സുന്ദരനായിട്ട്? എവിടെ പോവാനല്ല, എനിക്കൊരു വീഡിയോ കോൾ ഉണ്ട്. പൗഡർ ഇട്ട് വീഡിയോ കോൾ ചെയ്യാൻ പോകും. കണ്ടിട്ട് കള്ളത്തന്റെ ഇളക്കം. ഇവർക്കൊന്നും കെട്ടിയോനില്ലേ? എന്തായാലും ഇന്നലെ പരിപാടിക്കൊന്നും ഇപ്പൊ കെട്ടിയോനൊന്നും ഉണ്ടായിരുന്നില്ല. ആണോ? നീ കണ്ട? കെട്ടിയോന് ഈ സ്കൂളിലല്ലല്ലോ പഠിച്ചത്. അപ്പൊ ലോജിക്ക് കറക്റ്റാ. ഉടനെ പ്രാർത്ഥിക്ക്. എടാ, ഈ ഒരു ദിവസം കൊണ്ട് അവൾ അച്ഛനെ വീഴ്ത്തിയപ്പോഴേ അവൾ എന്നെ ഭയങ്കരയായിരിക്കും. സംശയമുണ്ടോ? ഈ ഋഷ്യശൃംഗന്റെ തപസ്സിളക്കി ഇത് ഒരു ദിവസം കൊണ്ടല്ലേ? അതിനനുസരിച്ചിട്ട് പാട്ട് പാടിയിട്ടല്ലേ? പാട്ട് കഴിഞ്ഞല്ലേ ഡാൻസ് വരുന്നേ? നീ എന്നാണ് തപ്പുന്നേ? നീ പൗഡർ തപ്പുവാണോ? പൗഡർ? ആ പൗഡർ. അതെ, ഒരാളുടെ പൗഡർ ഒക്കെ ഇട്ട് വീഡിയോ കോൾ വിളിക്കാൻ വേണ്ടി ചെന്നിരിക്കുന്നത്. നീ കൂടെ ചെല്ല് വേഗം. പൗഡർ ആണോടാ എനിക്ക്? എന്റെ മേശക്കകത്ത ഫെയർ ആൻഡ് ലവ്ലി ഉണ്ട്, അതുകൂടെ എടുത്തേക്ക്. ചേട്ടാ, എന്നിട്ട് അപ്പുറം ഇപ്പുറം ഇരുന്ന് വിളിക്കും രണ്ടും കൂടെ. പോയി പൗഡർ എടുത്തില്ലേ? പൗഡർ പോലും നമ്മളിങ്ങനെ പുറം ഇറങ്ങി എന്ന് പോത്തേ ഉള്ളൂ.
ഒന്നാമത്തെ കാര്യം ഈ ചെറുക്കന് അച്ഛൻ്റെ ഇതേപോലത്തെ സ്വഭാവമാണ്. തന്തയുടെ തനി പകർപ്പയളയവൻ. ഞാനിനി എന്നാ ചെയ്യും എൻ്റെ അമ്മേ? പറഞ്ഞേക്ക് അമ്മ ഇന്ന് വൃത്തിയായിട്ട് കുളിച്ചേ ഈ ഓഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി നടക്ക്. ആ തന്തപ്പടി നോക്കിക്കോട്ടെ. എടാ അതെ, അച്ഛനിമാരെ വേഷം കെട്ടൊന്നും ഈ പ്രായത്തിൽ എടുക്കേണ്ട കാര്യമില്ല. അത്ര കാര്യമാണ്. ഞാൻ ചോദിക്കാലോ. വേണ്ട പോലെ വേണ്ട, എനിക്കിത് കിട്ടണം. രാവിലെ മുതൽ ഞാൻ ഈ വീട്ടിൽ കിടന്ന് ഈ ഫുള്ള് പണികളെല്ലാം ചെയ്ത് പിള്ളേരെ നോക്കി ആഹാരം ഉണ്ടാക്കി ഇതിനെയൊക്കെ തീറ്റിച്ച് നിൻ്റെയൊക്കെ വിഴുപ്പ് വരക്കി എല്ലാം ഞാൻ ചെയ്തതല്ലേ. ആ മനുഷ്യൻ ഇന്നും ഒരു കുറവ് ഞാൻ കൊടുത്തിട്ടുണ്ടോ? അത് ഞാൻ പൊന്നുപോലെയല്ലേ നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് എന്നോട് ഈ ചതി അങ്ങേരുന്ന് ചെയ്യാൻ തോന്നിയല്ലോ. സഹിക്കുന്നില്ലടാ. അതെ, എന്നെ ഗിറ്റാറുണ്ട് ആരെങ്കിലും? ഞാൻ അവിടെ വെച്ചാണല്ലോ റൂമിൽ, അവിടെ കാണാനില്ല. ഞാൻ അത് ചോദിക്കാൻ നേരത്തെ വന്ന അപ്പം നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ആട്ടി വിട്ട്. ഗിറ്റാറുണ്ട് ആരെങ്കിലും? പ്ലീസ് പറയൂ പ്ലീസ്. നിന്റെ ഗിറ്റാർ കാണാനില്ലേ? ഇല്ല. ഓ, രക്ഷപ്പെട്ട്. ഇവിടെ കുറച്ചു നേരം ആ പുറത്തങ്ങാണ്ട് ഇറങ്ങി നടക്ക്. ഒരു ചേഞ്ച് ആരും ആഗ്രഹിക്കാത്തെ. എന്നടാ അമ്മ ഒരു ചേഞ്ച് അമ്മയുടെ കാര്യമല്ല. എന്റെ ഗിറ്റാർ അവിടെ. ഗിറ്റാറിന് എന്റെ ഗിറ്റാറ്. ആ അങ്ങനെ പിന്നെയും പാട്ട് തുടങ്ങി. അങ്ങേരല്ല, ഗിറ്റാർ കിട്ടി. ഞാൻ ഒറ്റ കമ്പി നാദം മാത്രം പൂളും വീണാഗാനം ഞാൻ ഏകരാഗമേതോ താളം മുഖരാഗ ഗാനാലാപം. മൊത്തത്തിൽ പിടി കിട്ടുന്ന തോന്നുന്നത്. ഹലോ, ആ രാജി, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, ഇന്നലത്തെ പ്രോഗ്രാമിൽ അടിപൊളിയായിരുന്നു കേട്ടാ. നിന്റെ ആ താരും തളിരും നിന്റെ മനസ്സിന്ന് കണ്ട് പോണില്ല. ഗംഭീരമായിരുന്നില്ലേ? പിന്നെ ആ നീ വരണ്ട, ഇങ്ങോട്ട് വരണ്ട. ആ വാ 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 വേഗം വാ. ഇവിടെ എൻ്റെ പ്രൈവസിക്ക് ആരും കൈയെടുത്താന്ന് പോണില്ല. ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ. ആ ആ ഞാൻ കുളിച്ച് റെഡി ആയിട്ടേക്കാം. ആ ഓക്കെ റൈറ്റ്. അങ്ങയുടെ ഒരു താരും തളിരും ചോദിക്കട്ടെ. ഇതാരാ ഫോണില്? എടി രാജി ഇങ്ങോട്ട് വരണത്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കാമുകയെ വിളിച്ച് പരിക്കാത്ത തരാനുള്ള പരിപാടിയാണോ? നിങ്ങളൊരു ചതിയനാ. എൻ്റെ പാട്ടിനകത്ത് ട്യൂണ് കുറഞ്ഞു പോയതാണോ ഞാൻ ചെയ്ത തെറ്റ്? മനസ്സിലായില്ല. മനസ്സിലായില്ലല്ലേ? പടാ മനസ്സിലായില്ലെന്ന്. മനസ്സിലായില്ല. രാവിലെ പൗഡർ കിട്ടണ്ടേ നിങ്ങൾ ഈ വീഡിയോ കോൾ വിളിക്കാൻ വന്ന് ഇവളെ വിളിക്കാനല്ലേ? വേണ്ട, ഈ ചതി എന്നോട് വേണ്ട. അച്ഛാ, കാണിച്ചത് ഭയങ്കര മോശമായി പോയി. ഒതുങ്ങണം അച്ഛാ, ഒരു പ്രായം കഴിഞ്ഞാൽ ഒതുങ്ങണം. വിളി വിളി, ഇതാരാ നിന്നറിയണം. വേണ്ടേ? വിളിക്കേ വിളിക്കേ. എന്റെ മക്കളെ എന്നോട് എല്ലാം പറഞ്ഞു തന്നു. വിളി. രാവിലെ മുതൽ ഫോണിനകത്തല്ലേ? വിളി. രാജിയെ വിളിക്കാൻ. ആ, നിങ്ങൾ പൗഡർ ഇട്ടുകൊണ്ട് വന്നില്ലേ? വിളി. ഹലോ, ഇങ്ങോട്ട് മനുഷ്യ. എടി സുമംഗലി, എടി നീ ആരാടിത്? എടി രാവിലെ ഇങ്ങനെ 1000 കണ്ണുമായിട്ട് നിന്നെ കാത്തിരിക്കും. നിനക്ക് അറിയാമോ ഇത്? എന്നെ ഇന്ന് വരെ ആ കണ്ണോട് കൂടി മനുഷ്യൻ നോക്കിയിട്ടില്ല. അവളുടെ ഒരു സുമംഗലി. എടി നിനക്കറിയാമോ, നീ രാജിയാണെങ്കിൽ ഞാൻ അമ്മണിയമ്മ അടി അമ്മണിയമ്മോ. കൂടുതൽ വിളഞ്ഞാലുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് ശൂർപ്പണ വേണ്ട, ഞാൻ ഉണ്ണിയാർച്ചോട്ടങ്ങ് വരും. എടി അങ്കം വെട്ടി നിന്നെ കൂടിക്കുത്തിന് പിടിച്ച് ഒഴിച്ചാഴ്ച നിന്നെ ഒറ്റ ഒടി അടിച്ചിട്ടുണ്ടല്ലോ. എന്നെ കൊണ്ട് നീ കൂടുതൽ ചെയ്യിപ്പിക്ക. ആരെന്ന്? ആ വന്നിട്ട് ആണോ? ആ ശരി, ഇപ്പൊ കിട്ടുവച്ചാ. നിങ്ങൾ വെച്ചോ. എന്തേ സമാധാനമായാ? സമാധാനമില്ലേ? എന്ത്? എന്തേ? നീ ആരാന്ന് വിചാരിച്ചു? രാജി പെണ്ണാന്ന് വിചാരിച്ച? ഇടി അത് രാജീവനാടി, എൻ്റെ കൂടെ പഠിച്ച രാജീവൻ. ഞങ്ങൾ അവനെ രാജി എന്നാ വിളിക്കല്. സമാധാനം ആയല്ല എല്ലാവർക്കും? നിനക്ക് സമാധാനായോ? നിനക്ക് സമാധാനായോ? എടാ ഈ തങ്കപ്പാൽ ഇരിക്കുന്ന മനുഷ്യനെ കുറിച്ച് നീ ഒറ്റ കൊടുക്കമ്മങ്ങോട്ട്. എനിക്കറിയാടാ, ഇങ്ങനെ തങ്കം. എന്നാലും പോട്ടെ. എനിക്കറിയത്തില്ല നിങ്ങളെ. അവന്മാരുടെ ചുമ്മാ പറഞ്ഞ ഞാന്. കൊണ്ടുപോടാ നിന്റെ ഗിത്താറ്. സോറി അച്ഛാ. അല്ല സോറി അച്ഛാ, മാപ്പ്. ആ പോ മാപ്പ്. പോട്ടെ. എന്റെ അമ്മിണി വിളിക്ക് രാജയെ വിളിക്ക്.